നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നാൽ പരീക്ഷ നടത്തിപ്പിലെ അക്ഷരത്തെറ്റുകളുടെയും അനാസ്ഥയുടെയും മറുവാക്കായി മാറിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ വിവാദങ്ങളുടെ ചൂടാറും മുൻപേ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന NDAയുടെ അടുത്ത കൂത്താട്ടവും പുറത്തു വന്നിരിക്കുന്നു. ചോദ്യക്കടലാസുകളിൽ വ്യാപകമായ പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് UGC നെറ്റ് പരീക്ഷകളിൽ 3 നിർണായക വിഷയങ്ങൾ വീണ്ടും നടത്താൻ NDA തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന 87 വിഷയങ്ങളിൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ 3 പ്രധാന വിഷയങ്ങളിലെ പരീക്ഷകളാണ് വീണ്ടും നടത്തുന്നത്. ചോദ്യചോർച്ചയെ തുടർന്ന് നീറ്റ് പരീക്ഷ റദ്ദാക്കി വീണ്ടും നടത്തേണ്ടി വന്ന നാണക്കേടിന് പിന്നാലെ നെറ്റിലും ഈ അവസ്ഥ വന്നത് NDAയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. പരീക്ഷാ ചോദ്യങ്ങളിൽ വ്യാപകമായ പിഴവുകളുണ്ടെന്ന് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് NDA നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. മുൻപ് ഉപയോഗിച്ച ഒട്ടേറെ ചോദ്യങ്ങൾ ആവർത്തിക്കുക, പണ്ഡിതരുടെ പേരുകളിലെ അക്ഷരത്തെറ്റുകൾ, വ്യാകരണ പൊരുത്തക്കേടുകൾ, ചിഹ്നങ്ങളിലെ അബദ്ധങ്ങൾ, ആശയങ്ങൾക്ക് അനുചിതമായ പദപ്രയോഗങ്ങൾ തുടങ്ങി നിരവധി ഗുരുതര പിഴവുകളാണ് ചോദ്യക്കടലാസുകളിൽ ഉണ്ടായിരുന്നത്. പ്രമുഖ സോഷ്യോളജിസ്റ്റ് റിറ്റ്സർ എന്നത് പുച്ഛർ എന്നും ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് AR ദേശായി എന്നത് AK ദേശായി എന്നുമൊക്കെയാണ് ചോദ്യക്കടലാസിൽ മാറിപ്പോയത്. പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകളിലും വലിയ തെറ്റുകൾ കണ്ടെത്തി. ഈ പിഴവുകൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്തതിനാലാണ് 3 പേപ്പറുകളും പൂർണ്ണമായും വീണ്ടും നടത്താൻ സമിതി ശുപാർശ ചെയ്തത്. പുനഃപരീക്ഷ നടത്തുന്ന ഷെഡ്യൂളും ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 9 രാവിലെ 9 മുതൽ 12 വരെ ഇംഗ്ലീഷ് പരീക്ഷയും അന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ 6 വരെ കൊമേഴ്സ് പരീക്ഷയും നടക്കും. സെപ്റ്റംബർ 10 രാവിലെ 9 മുതൽ 12 വരെയാണ് സോഷ്യോളജി പരീക്ഷ നടക്കുക. അതേസമയം ഈ 3 പരീക്ഷകൾ വീണ്ടും നടത്തുന്നത് മറ്റ് 84 വിഷയങ്ങളിലെ ഫലപ്രഖ്യാപനത്തെ ബാധിക്കില്ലെന്നും ഈ വിഷയങ്ങളുടെ ഉത്തരസൂചിക ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കിയിട്ടുണ്ട്. പരീക്ഷകൾ നീതിയുക്തവും കൃത്യവും സുതാര്യവുമായി നടത്താൻ തുടർന്നും പ്രതിജ്ഞാബദ്ധരാണെന്നാണ് NDA നൽകുന്ന വിശദീകരണം. തുടർച്ചയായ പരീക്ഷാ വിവാദങ്ങളും ഗുരുതരമായ വീഴ്ചകളും രാജ്യത്തെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് കടുത്ത പ്രതിസന്ധിയിലാക്കുന്നത്. NDAയുടെ ഇത്തരം അശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഉയരുന്നത്.